മൂന്നാർ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് എന്തൊക്കെയാണ്? മാട്ടുപ്പെട്ടി ഡാമും ഇരവികുളത്തെ വരയാടുകളും പിന്നെ നല്ല തിരക്കുള്ള ടൗണും അല്ലേ? എവിടെ നോക്കിയാലും ഒരേപോലെ ടൂറിസ്റ്റുകളുടെ ബഹളം. എന്നാൽ സഞ്ചാരികളുടെ ഈ ബഹളങ്ങളിൽ നിന്നൊക്കെ മാറി പ്രകൃതി അതിൻ്റെ എല്ലാ ഭംഗിയും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ചില രഹസ്യ താവളങ്ങൾ മൂന്നാറിലുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അധികമാരും കടന്നു ചെല്ലാത്ത ചില പ്യുവർ ഓഫ് ഫീറ്റ് വൈബുകൾ. അതെ, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മൂന്നാറിൽ നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട 10 ഹിഡൻ സ്പോട്ടുകളാണ്. നിങ്ങളുടെ അടുത്ത മൂന്നാർ ട്രിപ്പിൽ ഇതൊക്കെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള കിടിലൻ ട്രാവൽ വീഡിയോകൾക്കായി നമ്മുടെ ദ പോപ്കോൺ എംപയർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ ലിസ്റ്റിലെ ഒന്നാമൻ ഒരു കിടിലൻ ട്രെക്കിംഗ് സ്പോട്ടാണ് ചൊക്കർമുടി പീക്ക്. മൂന്നാറിലെ ഏറ്റവും ഉയർന്ന കൊടുമുടികളിൽ ഒന്നാണിതെങ്കിലും സാധാരണ ടൂറിസ്റ്റുകൾ ഇവിടെ വളരെ കുറവാണ്. പുലർച്ചെയുള്ള ആ കടും തണുപ്പിൽ ട്രെക്കിംഗ് തുടങ്ങി മലമുകളിലെത്തിയാൽ മഞ്ഞുപാളികൾക്ക് മുകളിലൂടെ സൂര്യൻ ഉദിച്ചു വരുന്ന ആ കാഴ്ചയുണ്ടല്ലോ, അത് വേറെ ഒരു ലെവൽ ഫീലാണ് ബോസ്. പച്ചപ്പും മേഘങ്ങളും ഒരുമിച്ച് ചേരുന്ന ഈ മലമുകളിൽ നിൽക്കുമ്പോൾ നമ്മൾ ശരിക്കും മേഘങ്ങൾക്ക് മുകളിലാണെന്ന് തോന്നിപ്പോകും. അത്രയ്ക്ക് മനോഹരമാണ് ചൊക്കർമുടി. ഒരു വശത്ത് കണ്ണെത്താ ദൂരത്തോളം പച്ച വിരിച്ച പുൽമേടുകൾ, മറുഭാഗത്ത് വിദേശ രാജ്യങ്ങളിൽ കാണുന്നത് പോലെയുള്ള മലനിരകൾ. ഇതാണ് ലക്ഷ്മി ഹിൽസ്. കിലോമീറ്ററുകളോളം നീണ്ടുകിടക്കുന്ന ഈ പുൽമേടുകളിലൂടെയുള്ള നടത്തം നിങ്ങളെ ശരിക്കും ഒരു ഹോളിവുഡ് സിനിമയിലെത്തിയ പോലെ തോന്നിപ്പിക്കും. വലിയ തിരക്കുകളൊന്നുമില്ലാതെ ശാന്തമായി പ്രകൃതി ആസ്വദിക്കാനും മനോഹരമായ ഫോട്ടോകൾ എടുക്കാനും ഇതിലും മികച്ചൊരു ഹിഡൻ സ്പോട്ട് മൂന്നാറിൽ വേറെ ഉണ്ടാകില്ല. ക്യാമ്പിംഗ് ഇഷ്ടപ്പെടുന്നവർക്കും ഇത് ബെസ്റ്റ് ചോയ്സ് ആണ്. മൂന്നാറിൽ നിന്ന് മാങ്കുളം പോകുന്ന വഴിയിലാണ് ഈ സുന്ദരൻ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. വിരിച്ചിപ്പാറ. വലിയ ആഴങ്ങളോ അപകടങ്ങളോ ഒന്നുമില്ലാതെ വലിയ പാറക്കെട്ടുകളിലൂടെ പരന്നൊഴുകുന്ന തണുത്ത വെള്ളമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. അതുകൊണ്ട് തന്നെ ഫാമിലിയുമായി വരുന്നവർക്ക് പേടിയില്ലാതെ വെള്ളത്തിലിറങ്ങാനും കുളിക്കാനും പറ്റിയ ഒരു പെർഫെക്റ്റ് സേഫ് സ്പോട്ടാണിത്. ഈ വെള്ളച്ചാട്ടത്തിന് ചുറ്റുമുള്ള കൈതച്ചക്ക തോട്ടങ്ങളും റബ്ബർ തോട്ടങ്ങളും ഇവിടുത്തെ ഭംഗി ഇരട്ടിയാക്കും. അടുത്തത് പ്രകൃതിയുടെ ഒരു വലിയ മാജിക്കാണ് ആനക്കുളം. കാട്ടാനകൾ കൂട്ടത്തോടെ പുഴയിലെ ഒരു പ്രത്യേക ഉറവയിലെ വെള്ളം കുടിക്കാൻ ഇവിടെ എത്താറുണ്ട്. ഈ ഉറവയിലെ വെള്ളത്തിന് എന്തോ പ്രത്യേക രുചിയുണ്ടെന്നാണ് പറയപ്പെടുന്നത്. മനുഷ്യരെ ഉപദ്രവിക്കാതെ വന്യതയുടെ ഭംഗി നിലനിർത്തിക്കൊണ്ട് ആനകളെ ഒട്ടും ശല്യപ്പെടുത്താതെ സുരക്ഷിതമായ അകലത്തിൽ നിന്ന് നമുക്ക് ഈ അത്യപൂർവ കാഴ്ച കാണാം. വൈകുന്നേരങ്ങളിലാണ് ആനകൾ സാധാരണയായി ഇവിടെ വരാറുള്ളത്. രാജാക്കാട് ഭാഗത്തുള്ള ഒരു ഓഫ് ബീറ്റ് വെള്ളച്ചാട്ടമാണ് കുത്തുങ്കൽ. വലിയ ഉയരത്തിൽ നിന്ന് ശക്തമായി താഴേക്ക് പതിക്കുന്ന ഒരു കിടിലൻ വെള്ളച്ചാട്ടമാണിത്. ഇതിൻ്റെ അരികിലേക്ക് ചെല്ലുമ്പോൾ തന്നെ മഞ്ഞു തുള്ളികൾ പോലെ വെള്ളം നമ്മുടെ മുഖത്തേക്കടിക്കും. ആ തണുപ്പും ശക്തമായ കാറ്റും മനസ്സിന് തരുന്ന ഒരു കുളിർമ വേറെ തന്നെയാണ്. അധികം ആളുകൾക്കൊന്നും അറിയാത്ത ഈ സ്ഥലം പച്ചപ്പിനും പാറക്കെട്ടുകൾക്കും നടുവിലാണ് ഒളിഞ്ഞു കിടക്കുന്നത്. തേയിലത്തോട്ടങ്ങൾക്ക് നടുവിൽ തലയുയർത്തി നിൽക്കുന്ന ഒരു വലിയ പാറക്കെട്ട്, അതിനു ചുറ്റും കണ്ണെത്താ ദൂരത്തോളം പച്ചപ്പ് നിറഞ്ഞ കടലാർ എസ്റ്റേറ്റ്. ഇതാണ് കടലാർ റോക്ക്. വൈകുന്നേരങ്ങളിൽ വലിയ ബഹളങ്ങളൊന്നുമില്ലാതെ കാറ്റിൻ്റെ തണുപ്പും ആസ്വദിച്ച് ഇവിടുത്തെ സൂര്യാസ്തമയം കാണാൻ ഒരു പ്രത്യേക ഫീലാണ് ബോസ്. ഗൂഗിളിൽ തെരഞ്ഞാൽ പോലും ഇതിൻ്റെ ഫോട്ടോസ് പെട്ടെന്ന് കിട്ടില്ല. അത്രയ്ക്കും ഹിഡൻ ആയിട്ടുള്ള ഒരു ഓഫ് ബീറ്റ് ലൊക്കേഷനാണിത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ തികച്ചും ശാന്തമായ അന്തരീക്ഷം. മൂന്നാറിലെ പ്രധാന ടൗണിൽ നിന്ന് മാറി സ്ഥിതി ചെയ്യുന്നതിനാൽ ടൂറിസ്റ്റുകളുടെ യാതൊരുവിധ ബഹളങ്ങളുമില്ല ഇവിടെ. വല്ലപ്പോഴും കടന്നുപോകുന്ന ജീപ്പുകളുടെ ശബ്ദം മാറ്റി നിർത്തിയാൽ പ്രകൃതിയുടെ ശുദ്ധമായ സംഗീതം മാത്രം കേൾക്കാൻ പറ്റുന്നൊരിടം. നിങ്ങളുടെ മനസ്സിനെ ഒന്ന് റിലാക്സ് ചെയ്യാനും തണുത്ത കോടമഞ്ഞിനെ തടുത്തറിയാനും ആഗ്രഹമുണ്ടെങ്കിൽ സൈലന്റ് വാലി നിങ്ങളെ ഒട്ടും നിരാശപ്പെടുത്തില്ല. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള തേയിലത്തോട്ടമായ കൊളുക്കുമലയിലെ സൂര്യോദയം നമ്മളിൽ പലരും കണ്ടിട്ടുണ്ടാകും. എന്നാൽ അതിനടുത്തായി
അധികമാരും ശ്രദ്ധിക്കാതെ പോകുന്ന അതിശയിപ്പിക്കുന്ന ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അതാണ് സിംഹപ്പാറ. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു സിംഹത്തിൻ്റെ മുഖത്തിൻ്റെ ആകൃതിയുള്ള വലിയൊരു പാറയാണിത്. കുത്തനെയുള്ള വഴികളും ഓഫ് റോഡ് ട്രാക്കുകളും താണ്ടി ഈ പാറയുടെ മുകളിൽ കയറി നിന്നാൽ താഴെ പച്ച വിരിച്ച വാലിയുടെയും തമിഴ്നാട് അതിർത്തികളുടെയും ദൃശ്യം ഒരു പരുന്തിൻ്റെ കണ്ണിലൂടെ കാണുന്നത് പോലെ അതിശയകരമായി ആസ്വദിക്കാം. ഒരു അഡ്വഞ്ചർ വൈബും ഒപ്പം മനസ്സ് നിറയ്ക്കുന്ന വിഷ്വൽസും തരുന്ന ഈ സ്ഥലം കൊളുക്കുമലൈ ട്രിപ്പിൽ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. ശക്തമായ കാറ്റും പുകമഞ്ഞ് പോലെ ഇറങ്ങി വരുന്ന കോടമഞ്ഞും കൊണ്ട് പ്രകൃതി ഒരുക്കിയൊരു വിസ്മയമാണ് പാപ്പത്തിച്ചോല. ഇതിന് ബട്ടർഫ്ലൈ ഫോറസ്റ്റ് എന്നും പേരുണ്ട്. കുത്തനെയുള്ള മലനിരകളും ഓഫ് റോഡ് വഴികളും താണ്ടി ഒരു ജീപ്പിൽ ഇളകി മറിഞ്ഞ് ഇങ്ങോട്ടേക്ക് നടത്തുന്ന ആ യാത്ര തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ത്രിൽ. വഴിയിലുടനീളം നമ്മളെ വരവേൽക്കുന്ന പച്ചപ്പും മുകളിലെത്തിയാൽ ചുറ്റുമുള്ള മലനിരകളെ മൂടുന്ന അഗാധമായ മഞ്ഞും സാഹസിക യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്ക് വല്ലാത്തൊരു അനുഭവം സമ്മാനിക്കും. മൂന്നാറിലെ വന്യതയും ശാന്തതയും ഒരുമിച്ച് ആസ്വദിക്കാൻ പറ്റിയ ഒരു കിടിലൻ ഓഫ് ബീറ്റ് ലൊക്കേഷനാണത്. നമ്മുടെ ലിസ്റ്റിലെ അവസാനത്തെ സ്പോട്ട് ചിന്നക്കനാൽ പോകുന്ന വഴിയിലുള്ള പെരിയകനാൽ വെള്ളച്ചാട്ടമാണ്. ഇത് റോഡ് സൈഡിൽ തന്നെയാണെങ്കിലും പലരും വണ്ടി നിർത്താതെ പെട്ടെന്ന് ശ്രദ്ധിക്കാതെ പോകാറാണ് പതിവ്. തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലൂടെ ഒരു പാൽക്കടൽ പോലെ താഴേക്ക് ഒഴുകിയിറങ്ങുന്ന ഇതിൻ്റെ ഭംഗി നേരിട്ട് തന്നെ കാണണം. വലിയ ബഹളങ്ങളൊന്നുമില്ലാതെ തണുത്ത വെള്ളത്തിൽ കാലും നനച്ച് ആ പച്ചപ്പിലേക്ക് നോക്കി നിൽക്കുമ്പോൾ കിട്ടുന്നൊരു സമാധാനമുണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ്. പ്രത്യേകിച്ച് മഴക്കാലത്തോ അതിന് ശേഷമോ വരികയാണെങ്കിൽ ഇതിൻ്റെ പൂർണ്ണമായ ഭംഗി നമുക്ക് ആസ്വദിക്കാം. മൂന്നാറിലെ ഈ 10 ഹിഡൻ സ്പോട്ടുകളിൽ ഏത് സ്ഥലമാണ് നിങ്ങൾ അടുത്ത ട്രിപ്പിൽ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ പോകുന്നത്? താഴെ ഒന്ന് കമൻറ്റ് ചെയ്യൂ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ സ്ഥലങ്ങളിൽ ചിലത് വനമേഖലയോട് ചേർന്നായതുകൊണ്ട് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ദയവായി അവിടെ വലിച്ചെറിയരുത്. പ്രകൃതിയെ നമുക്ക് തന്നെ സംരക്ഷിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ട്രാവൽ ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കിടിലൻ ഓഫ് ബീറ്റ് വീഡിയോകൾക്കായി നമ്മുടെ ദ പോപ്കോൺ എംപയർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു അടിപൊളി ട്രാവൽ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.